മണ്ടൻ, വക്രൻ, പിഗ്ഗി. മുൻപ് ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങൾ മാധ്യമലോകത്ത് സൃഷ്ടിച്ച അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. വനിതാ റിപ്പോർട്ടർമാരെയും പ്രമുഖ മാധ്യമങ്ങളെയും ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മറ്റൊരു നാടകീയ രംഗം കൂടി ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ്. മാധ്യമങ്ങളുമായുള്ള കടുത്ത ശത്രുത പരസ്യമാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. NBCയുടെ പ്രശസ്തമായ മീറ്റ് ദി പ്രസ് പരിപാടിക്കിടെയായിരുന്നു വായനക്കാരെയും അണിയറ പ്രവർത്തകരെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ ആ അപ്രതീക്ഷിത സംഭവ വികാസം. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നുവെന്ന തന്റെ സ്ഥിരം അവകാശവാദങ്ങളെ കുറിച്ച് അവതാരിക ആവർത്തിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ട്രംപിനെ കടുത്ത അമർഷത്തിലാക്കിയത്. ഒടുവിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകാതെ അഭിമുഖം നടത്തിയ വ്യക്തിയെ മണ്ടൻ അല്ലെങ്കിൽ വക്രൻ എന്ന് പരസ്യമായി വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് ട്രംപ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിൽ അവതാരികയായ ക്രിസ്റ്റൻ വെൽക്കറോട് നന്ദി പ്രിയേ എന്ന് പറഞ്ഞ ട്രംപിന്റെ പരാമർശവും വിവാദമായിട്ടുണ്ട്. വനിതാ മാധ്യമ പ്രവർത്തകരോട് അപമാനകരമായ ഭാഷ ഉപയോഗിക്കുന്ന ട്രംപിന്റെ പഴയ ശൈലിയുടെ തുടർച്ചയാണിതെന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. മുൻപും നിരവധി വനിതാ റിപ്പോർട്ടർമാരുമായി ട്രംപ് ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2025 എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പിഗ്ഗി എന്ന് വിളിച്ചതും 2015 മാധ്യമ പ്രവർത്തക മേഗൻ കെല്ലിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്ത്രീ മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നുവെന്ന ആരോപണം ട്രംപിനെതിരെ വർഷങ്ങളായി ഉയരുന്നുണ്ട്. അഭിമുഖങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിലും ട്രംപിന് ചരിത്രമുണ്ട്. 2020 CBSന്റെ 60 Minutes പരിപാടിയിൽ കഠിനമായ ചോദ്യങ്ങൾ ഉയർന്നതോടെ അദ്ദേഹം അഭിമുഖം അവസാനിച്ച് ഇറങ്ങിപ്പോയിരുന്നു. ഏറ്റവും പുതിയ സംഭവവും മാധ്യമങ്ങളോടുള്ള ട്രംപിന്റെ കടുത്ത സമീപനവും വനിതാ റിപ്പോർട്ടർമാരുമായുള്ള ആവർത്തിച്ചുള്ള വിവാദങ്ങളും വീണ്ടും ദേശീയ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്ന നേതാക്കൾക്ക് കഠിനമായ ചോദ്യങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും വ്യക്തിപരമായ ആക്രമണങ്ങളായും മാധ്യമപ്രവർത്തകരെ ശത്രുക്കളായും കാണുന്ന ട്രംപിന്റെ സമീപനം വീണ്ടും ചർച്ചയാവുകയാണ്. ഏറ്റവും പുതിയ വിവാദവും ഒരു അഭിമുഖത്തിലെ തർക്കം എന്നതിനപ്പുറം മാധ്യമ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഉത്തരവാദിത്തം, വനിതാ മാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റം എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിന്റെ ഓരോ പ്രതികരണവും വാർത്തയാകുമ്പോൾ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഈ ഏറ്റുമുട്ടലുകൾ ഇനിയും അവസാനിക്കില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.